ഇപ്പോൾ ജിതിൻ എന്നപ്പോണ്ട് ജിതിനെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലെ തെരച്ചിൽ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇപ്പോൾ നേവിയുടെ സംഘവും ഈ തിരച്ചിലിന്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ഡൈവർ എന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഈശ്വർ മാൽപ്പയുടെ സംഘമുണ്ട്. പ്രതീക്ഷയുണ്ട്. രാവിലത്തെ ഒരു സ്ഥിതിയല്ല ഇപ്പൊ എന്ന് പറയാം. അതെ, ഇപ്പോൾ ഒന്നുകൂടെ ഊർജിതമായിട്ടുള്ള തെരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ നിന്നൊരു ഡ്രഡ്ജിംഗ് സംവിധാനം കൊണ്ടുവരാമെന്ന് പറഞ്ഞിരുന്നു, പിന്നീട് അത് ഉണ്ടായില്ല. അപ്പൊ എന്താണ് അതിന് കുടുംബത്തിന് പറയാൻ? അല്ല, അത് ഇനി ഞങ്ങളത് ആദ്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കൂടുതൽ ഇനി ഈ രണ്ട് ഗവൺമെന്റും തമ്മിൽ അവരാണ് അതിന്റെ ഡിസിഷൻ എടുക്കേണ്ടത്. ഇപ്പോൾ ഇനി ഡൈവർമാർക്ക് ഇറങ്ങുന്നുണ്ടല്ലോ, അവർക്ക് ഇനി കൂടുതൽ അതിന്റെ ആവശ്യകത ഉണ്ടായെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോ MLA ആയി സംസാരിച്ചിരുന്നോ? ഇപ്പൊ സതീഷ് കൃഷ്ണസേന MLA വന്നിരുന്നല്ലോ, അപ്പൊ അദ്ദേഹമായി സംസാരിച്ച് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തിരച്ചിൽ? അതിപ്പോ ഞാൻ സംസാരിച്ച പറഞ്ഞ 5:30 അവസാനിപ്പിക്കുമെന്നാണ്. അപ്പൊ അങ്ങനെയാണോ? എന്താണ്? അല്ല, അതിനെക്കുറിച്ചൊന്നും അധികാരമായിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോൾ വലിയ പ്രതീക്ഷയുണ്ട്, നിലവിൽ പ്രതീക്ഷയുണ്ട്. പലയിടങ്ങളിലായി തെരച്ചിൽ നടത്തുന്നുണ്ടല്ലേ? അതെ. അപ്പൊ അതെങ്ങനെയാണ്? അതിൽ ഇപ്പോൾ നേവി ഇറങ്ങിയിരിക്കുന്ന ഭാഗം അന്നൊരു സ്ട്രോങ് സിഗ്നൽ കിട്ടിയ ഭാഗത്താണ് ഇപ്പോൾ നേവി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വർ മാൽപ്പ സംഘം ഈ കരോട് ചേർന്ന സ്ഥലത്ത് അവരും ഡൈവ് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഈ ജാക്കി കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ പരിശോധന? ജാക്കി കിട്ടിയത് ആ ഭാഗത്തായിട്ടാണ്. ആ ഡൈവർ കുറച്ച് ആ ഭാഗത്തു നിന്നാണ് കിട്ടിയത്. തീർച്ചയായിട്ടും ആ പരിസര പ്രദേശത്ത് തന്നെയാണ് ഇപ്പോൾ അവരെ ഭാഗത്തു നിന്നുള്ള തിരച്ചിലാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് കാരണം പലയിടങ്ങളിലായി, അതായത് ഈശ്വർ മാൽപ്പയുടെ ഒപ്പമുള്ള ഒരു സംഘം കൂടി ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹവും ഇപ്പോൾ പുഴയിൽ തിരച്ചിൽ നടത്തുന്നു. മറ്റ് നേവിയുടെ സംഘം, ആ സംഘത്തിൽ 2 ആളുകളാണുള്ളത് മുങ്ങൽ വിദഗ്ധരായി. അതിൽ ഒരാൾ ഇപ്പോൾ പുഴയിലേക്ക് പോയിട്ടുണ്ട്, മറ്റൊരാൾ ബോട്ടിൽ നിൽക്കുകയും ചെയ്യുന്നു. NDRFന്റെ സംഘമുണ്ട്. അങ്ങനെയുള്ള തെരച്ചിൽ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പോയിട്ട് ഏറെ നേരമായല്ലോ. ഇത് കുറെ നേരം വെള്ളത്തിനടിയിൽ പോയി വിശദമായി പരിശോധിച്ച് തിരികെ വരുന്ന തരത്തിൽ അങ്ങനെയാണോ ഈ തിരച്ചിൽ തുടരുന്നത്? അങ്ങനെയാണ്. അതായത് ഇയാളുടെ ദേഹത്ത്, ഈ പറയുന്ന മുങ്ങൽ വിദഗ്ധന്റെ ദേഹത്ത് ഒരു കയറുണ്ട്. ആ കയർ പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം, ബോട്ടിൽ ഒരാളുണ്ട്, അദ്ദേഹമാണ് കയർ പിടിച്ച് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മുങ്ങൽ വിദഗ്ധൻ പോയി ഏതാണ്ട് 5 മിനിറ്റിലധികം സമയം എടുക്കുന്നുണ്ട്. 5-10 മിനിറ്റ് ഒക്കെ എടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇവിടെ നിന്ന് കണ്ടപ്പോൾ മനസ്സിലായത്. അങ്ങനെ 10 മിനിറ്റോളം നേരം ഇദ്ദേഹം പുഴയിൽ മുങ്ങി അവിടെ തിരച്ചിൽ നടത്തി. വാഹനത്തിന്റെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന പരിശോധന, വിശദമായ തിരച്ചിൽ. ഇപ്പോൾ ഈ നേവി തിരച്ചിൽ നടത്തുന്നത് നേരത്തെ സിഗ്നൽ കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ്. ആ സിഗ്നൽ, ഏറ്റവും ശക്തമായ സിഗ്നൽ കിട്ടിയ സ്ഥലത്താണ് ഇപ്പോൾ നേവി അവർ പരിശോധന നടത്തുന്നത്. അങ്ങനെ ഒരാൾ ഇറങ്ങി ഏതാണ്ട് 10 മിനിറ്റ് നേരം മുങ്ങൽ വിദഗ്ധൻ ഇറങ്ങി അവിടെ പരിശോധന നടത്തി തിരികെ കയറും. അപ്പോൾ അടുത്തയാൾ ഇറങ്ങും. അങ്ങനെയാണ് നേവിയുടെ പരിശോധന ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഒപ്പം തന്നെ NDRFന്റെ SDRFന്റെയും ആളുകൾ ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. ഒപ്പം ഈശ്വർ മാൽപ്പയുണ്ട്. ഇപ്പോൾ ഈശ്വർ മാൽപ്പ ഈ പറയുന്ന, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, അത് ഈശ്വർ മാൽപ്പയാണോ നേവിയുടെ ആളാണോ എന്നറിയില്ല. കുറെ മാറി അദ്ദേഹം ഇപ്പോൾ പുഴയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും അദ്ദേഹം മുങ്ങിയിരിക്കുന്നു. അപ്പോൾ ആ ഭാഗത്തൊക്കെ വിശദമായ പരിശോധനയാണ് നടത്തുന്നത്. അതായത് ഒരു ഭാഗത്ത് മാത്രമല്ല, പലയിടങ്ങളിലായി പരിശോധന നടത്തുന്നുണ്ട് എന്നാണ്. നേവിയുടെ ആളുകൾ ഏതാണ്ട് പുഴയിൽ നിന്നും ഏതാണ്ട് ഒരു 30-40 മീറ്റർ മാറി, പുഴയുടെ കരയിൽ നിന്നും ഏതാണ്ട് 30-40 മീറ്റർ മാറിയുള്ള സ്ഥലത്തായാണ് നേവിയുടെ പരിശോധന നടത്തുന്നത്. അതേസമയം ഈ പറയുന്ന ഈശ്വർ മാൽപ്പ അടക്കമുള്ളവർ കരയോട് ചേർന്നുള്ള ഭാഗങ്ങളിലാണ് ഈശ്വർ മാൽപ്പ അടക്കമുള്ള സംഘം അവരുടെ പരിശോധന നടത്തുന്നത്. അങ്ങനെ ശേഷം ഒരു മുങ്ങൽ വിദഗ്ധൻ മുകളിലേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിലൂടെ പ്രേക്ഷകർ കാണുന്നത്. അവരുടെ ശരീരത്തിൽ റോപ്പ് ബന്ധിച്ചിട്ടുണ്ട്. 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ അടിത്തട്ടിൽ പോയി ഏറ്റവും അപകടകരമായ സ്ഥലത്ത് പോയി പരിശോധന നടത്തി. അതിനുശേഷമാണ് അവർ അവിടെ നിന്ന് ശേഖരിച്ച വിവരങ്ങളുമായി പുറത്തേക്ക് വരുന്നത്. വാഹനത്തിന്റെ ഏതെങ്കിലും ഭാഗം അവിടെ ഉണ്ടോ, അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്ന വിശദമായ പരിശോധന. അത് ഏറെ ദുഷ്കരമായ പരിശോധനയാണ്. പക്ഷേ അല്പം കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് ഏറെ നേരം വെള്ളത്തിനടിയിൽ തങ്ങി നിൽക്കാൻ കഴിയുന്നുണ്ട്. നേവിയുടെ ഉദ്യോഗസ്ഥൻ 10 മിനിറ്റിലധികം വെള്ളത്തിലേക്ക് താഴ്ന്നുപോയി അടിത്തട്ടിൽ പരിശോധന നടത്തി. മാൽപ്പയ്ക്ക് ഒപ്പമുള്ളയാളും ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട്. അതിനുശേഷം മുകളിലേക്ക് പൊങ്ങി വന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.